അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞു. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലങ്ങൾക്കൊക്കെ മക്കളെ? ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. പ്രീത മോഹമീൻ ഉണ്ടാക്കിയാണ് ഹോർലിക്സ്. പാൽപ്പൊടി കട്ടൊത്തിക്കണു തോന്നുന്നുണ്ട് മക്കളെ. ഈ ഒരു ചെമ്പ് ഹോർലിക്സ് എത്താ പുറത്ത് വെച്ച് ഉണ്ടാക്കിയാണ്. ഇവിടെ കൊറേ ആൾക്കാരില്ലേ ഇന്നിപ്പോ മക്കളൊക്കെ എല്ലാ ദിവസമാണ്. പിന്നെ ലേഹം പാക്കിങ്ങിന് 2 ആൾക്കാരുണ്ട്. പിന്നെ മക്കളുണ്ട്, ഇത്താത്തി ഉണ്ട്. മന കൊടുന്നിക്കണു കേട്ടോ, മന കൊടുന്നിക്കണ്. അപ്പൊ വിശേഷങ്ങള് പറഞ്ഞാല് ഒരു പഴംപൊരി കേട്ടോ. പഴംപൊരി ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയല്ല മോന് ഞാൻ ഇതാണ് കവറടിച്ചേ. ഇത് താഴത്തുനിന്ന് കൊടുന്നാട്ടച്ച് ഉണ്ടാക്കാൻ ഒഴിവിട്ടില്ല മക്കളെ. പിന്നെ ഇത്താത്ത ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്താത്ത ഇനി വ്യാഴാഴ്ച ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെ ഒന്നും കൂടിയും കാട്ടാൻ കേട്ടോ. അപ്പൊ അതും കൂടിയും കഴിഞ്ഞിട്ടാണ് എത്തിക്കാണ്ടേ ഓള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാറുണ്ട്. പിന്നെ ഉമ്മാന്റെ അവസ്ഥ വളരെ മോശമാണ്. ട്യൂബ് കൂടെ ഒക്കെ റേസ് ട്യൂബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടെ ഒക്കെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണത്. പിന്നെ മൂത്രത്തിന് ട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെഡിൽ കിടക്കണ ഒരു രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയൊക്കെ വേണം. എന്താ അപ്പൊ ചായ ഉണ്ടാക്കിയതാട്ടോ. ഇന്നിപ്പോ പാക്കിങ്ങിന് ആളുണ്ട്. പിന്നെ മക്കളും ഉണ്ട്, ഇത്താത്തിയൊക്കെ ഉണ്ട്. അപ്പൊ തിരി പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെന്താ, വരി നിങ്ങളെല്ലാരും വരി. അപ്പൊ നമ്മളെ നട്സ് പൊടിയാണ് കൊടുക്കണം കേട്ടോ. ഞാൻ അതന്നെ കാര്യമായിട്ട് കൊടുക്കല് കേട്ടോ. നമ്മളെ നട്സുകളൊക്കെ സുഖമില്ലാത്ത ഉമ്മമാരൊക്കെ ഇങ്ങനെ ട്യൂബ് കൂടെ ഒക്കെ കൊടുക്കണുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. നമ്മളെ നട്സ് പൊടി, രാഗി, ധാന്യക്കൂട്ടുകൾ, നട്സുകളൊക്കെ പൊടിച്ചുകാണ്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ കൊടുക്കണത്. ഇത്താത്ത വന്നിട്ട് ഒരു 10-15 ദിവസമായിട്ടോ. ഹോസ്പിറ്റൽ കേസും തിരക്കൊക്കെ അയക്കാണ്ട് പിന്നെ അവള് പോയിട്ടില്ല. ഇനിയിപ്പോൾ വ്യാഴാഴ്ച ഡോക്ടറെ കാണിച്ചിട്ട് പോവാന്ന് കരുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത്ര വെച്ചിട്ട് അവളെ പിടിച്ചിക്കണ്. ഉമ്മാൻ്റെ അവസ്ഥ ഒക്കെ കണ്ടില്ല നിങ്ങൾ. ഞാൻ എപ്പോഴൊന്നും ഇടൂല കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോന്നുള്ളൂ നിങ്ങൾക്ക്. അപ്പം രാവിലത്തെ പരിപാടികളാട്ടോ. പൊറോട്ടയാണ്. അത് നമ്മളെ പാക്കറ്റ് പൊറോട്ടയാണ് കേട്ടോ. കാക്കൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാക്കു 2 എണ്ണം അത് ചുട്ടുകാണ്ട് തിന്ന. തലേന്ന് ഇറച്ചി വാങ്ങിച്ചിരുന്നു. അപ്പം അതിൻ്റെ വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, നൂൽപുട്ടാണ് ഉണ്ടാക്കിയിരിക്കണത്. ചോറോടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ തിരക്കാണ്. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാനൊന്നും കഴിയൂല. എന്നാലും ഇല്ലതുപോലെ ഓണം പറഞ്ഞ പോലെ കഴിയണ പോലെയൊക്കെ നമ്മളിങ്ങോട്ട് ചെയ്തു കേട്ടോ. പിന്നെന്താ, അപ്പം എല്ലാവരും ഉമ്മാക്കും വേണ്ടി കണ്ടൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. എപ്പോഴും വീഡിയോസ് എടുക്കാൻ കഴിയണില്ല. മാക്സിമം ഷോർട്സ് വരും. ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ ഒരുപാട് ഇടങ്ങേറായിട്ടാണ് ഷോർട്സ് ചെയ്യണതിന്. കാരണം തീരെ വീഡിയോസും ഷോർട്സൊന്നും ചെയ്യാഞ്ഞാൽ നമുക്ക് വ്യൂ കാര്യങ്ങളും ഉണ്ടാവില്ല. ഇന്നൊരു ഏണിങ്സ് കിട്ടണമല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ലേഹ്യം, നമ്മളെ സാധനങ്ങളൊക്കെ കൊറിയറും കാര്യങ്ങളൊക്കെ പോകണമാണ്. 100 ആളുകൾക്ക് ഇനിയിപ്പോൾ ഒരാൾക്കെങ്കിലും എത്തിച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളൊരു ഷോർട്സിലൂടെയാണ് അത് എത്തിച്ച് കൊടുക്കലല്ലേ. നമ്മളാർക്കും പ്രൊമോഷന് കാര്യങ്ങളൊന്നും കൊടുക്കലില്ല. എൻ്റെ വീഡിയോസിൽ ഞാനില്ലത് സത്യസന്ധമായിട്ട് ലേഹത്തിൻ്റെ ആയാലും ഹെയർ ഓയിലിൻ്റെ ആയാലും അങ്ങോട്ട് പറയും. അപ്പോൾ അതിനനുസരിച്ച് കോളുകാർ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കും. അതന്നെ ചെയ്യൽ കേട്ടോ. അപ്പം നമ്മൾ ഷോർട്സ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അറിയണമല്ലേ. അപ്പം നല്ല ഒരുപാട് കമൻറ്റ് ഇങ്ങനെ കണ്ടു ഞാൻ അതിൽ കേട്ടോ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഷോർട്സ് ഉള്ളിൽ നീറുകയാണെങ്കിലും ഇപ്പം ഉമ്മ തീരെ വയ്യാതെ കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ചെറിയ വരുമാനമാണ് നിങ്ങൾക്കറിയാം. പഴയ വീഡിയോസ് കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങളൊക്കെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ട് കണ്ടാണ് ഈ നില എത്തിയത്. നമ്മളില്ലേ ഒരു സ്വന്തമായിട്ടൊരു സംരംഭമൊക്കെ തുടങ്ങി അതൊക്കെ ഒരു സക്സസ് ആയി ലെവലിൽ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സപ്പോർട്ടും കൂടി ഉണ്ട് കേട്ടാണ് ഉള്ളതുകൊണ്ടാണ് അല്ലേ.
പറയുമ്പോൾ എന്തൊക്കെയോ ഒരു പതറി പോണുണ്ട് കേട്ടോ. അപ്പോൾ ബാഡ് കമൻറ്റ് മാക്സിമം ഒഴിവാക്കുക. ആദ്യമായിട്ട് കാണുന്നപോലെയൊക്കെ ആയിരിക്കും, കുറേ ഞാൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഷോർട്സ് ചെയ്യണം, നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷോർട്സിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നെ മറക്കൂലേ. നമ്മളെ വീഡിയോസൊക്കെ പിന്നെ വരുമ്പോൾ ബാക്കിലാവും. ഇപ്പം നിങ്ങൾക്ക് പൊതുവേ ശ്രദ്ധിച്ചാൽ വ്യൂ കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ 2 മാസമൊക്കെ ആയി യൂട്യൂബിൽ നിന്ന് വല്ലാതെ ഒന്നും കിട്ടലില്ല. വ്യൂ നമുക്ക് നന്നായിട്ട് വേണം, അപ്പോഴേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സൊക്കെ കിട്ടുള്ളൂ. $100 ആണോ എന്നാലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ 2-3 മാസമായിട്ട് ടൈമൊന്നും വല്ലാതെ കിട്ടില്ല. ഒന്നാമത് നമ്മൾ വീഡിയോസും ചെയ്യലില്ല, ഷോർട്സ് ആണല്ലോ അല്ലേ കൂടുതലായിട്ട് ചെയ്യൽ. അപ്പോൾ ഉള്ള നിറിക്കുകയാണെങ്കിലും ഷോർട്സ് സോങ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. പിന്നെ ആ കോമഡി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. അപ്പോൾ നല്ല സോങ്ങുകൾ റിതു ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വോയിസ് കൊടുക്കണതാണ് കേട്ടോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണം. കാക്കൂന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലേശം ഇറച്ചി ആ ബാക്കിയുണ്ട് പൂത്തിൻ്റെ കേട്ടോ. അപ്പോൾ അത് ആ പൊറാട്ടൻ്റെയും കൂട്ടിക്കാണ്ടി ഇത്താത്തയും കൂടി ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ പെരയിലില്ലാഞ്ഞാൽ നമ്മൾ ഈ തിരക്കിൻ്റെ അടിയിൽ ഓളെ കൊണ്ട് കഴിച്ചണ മാതിരി ഓള് നോക്കൂ കേട്ടോ. പിന്നെ എന്താണെന്നോ, ഓൾക്ക് ഒന്നിനും കയ്യിൽ ഓളെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓളെ അസുഖം കാര്യങ്ങളൊക്കെ. എന്നാലും ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ ഓള് 2 കുഞ്ഞു പൈതലങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിക്കണം കേട്ടോ. മറ്റൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ലേ, തിരുവനന്തപുരത്താണ് ഓള്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെയാണോ ബാപ്പച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ തീരെ വയ്യാതായപ്പോഴേ ട്യൂബും കാര്യങ്ങളൊക്കെ ഇറക്കി കാണ്ടല്ലോ ഭക്ഷണം കാര്യം. അപ്പോൾ കുറച്ച് ദിവസമെങ്കിലും ഓള് ഒന്ന് നിന്നേരാറിന് കണ്ടിഞ്ഞു. ഓള് പോയാൽ എൻ്റെ അവസ്ഥ എന്താവും. എന്നാലും ഇപ്പം നമുക്ക് എപ്പോഴും ഓളെ പിടിച്ചിർത്താനും പറ്റൂല. എന്നാലും ഓൾക്ക് താങ്ങാനും കാര്യങ്ങൾക്കൊന്നും കഴിയില്ല കേട്ടോ. ഉമ്മാനെ പിടിച്ച് പൊന്തിക്കാനൊന്നും കഴിയൂല, കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് കൊടുക്കാൻ അതിനൊക്കെ ഓൾക്ക് വെയ്ക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഓള് ചെയ്യും ഓളെ കൊണ്ട് കഴിയുന്ന പോലെ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഡോക്ടർ കാണിച്ചാൽ ഓളും പോകും കേട്ടോ. പിന്നെ ഞാൻ എന്നെ എല്ലാം മാനേജ് ചെയ്യണം. എന്തൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് ആലോചിച്ചപ്പോൾ ഒരു തലവേദന വരുന്നു. പിന്നെ അന്നും ഇന്നും നിങ്ങൾക്ക് ഇന്നെ അറിയാമല്ലേ, ഞാൻ തവക്കലത്തും അല്ലല്ല പഠിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം ആ നേരത്തെ ഇട്ട് തരും ഓരോ കാര്യങ്ങൾക്കും അല്ലേ. ഞാൻ എവിടെയും കുടുങ്ങിയിട്ടില്ല, കുടുങ്ങേണ്ട ഒരു അവസരം ഇതുവരെ റബ്ബിനിക്ക് വരുത്തിയിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നിക്കണമെങ്കിലും ആ നേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചോൻ്റെ ഒരു കാവൽ എനിക്ക് എപ്പോഴും ഉണ്ടാകലുണ്ട് കേട്ടോ. അപ്പോൾ ഉരവേദനയും കൈവേദന കൈയൊന്നും ശരിയായിട്ട് വന്നിട്ടുള്ളൂ. മാക്സിൻ്റെ കൈ കണ്ട് നോക്കട്ടെ കേട്ടോ. അത് നമ്മൾ ആ കൈ കിടന്നിട്ടില്ലായിരുന്നു, അന്ന് എടുത്തിരുന്ന മാക്സിയാണ്. അപ്പോൾ ആ കൈ ലെവലായി വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഉരവേദന കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തിനും പഠിച്ചോനെ മുറുകെ പിടിച്ച പഠിച്ചോനൊരു തീരുമാനം ഉണ്ടാക്കും, തവക്കലത്തും അല്ലല്ല അല്ലേ. അപ്പോൾ കാക്കു എന്താ നേരത്തെ പറഞ്ഞീനായിരിക്കും അല്ലേ, പെയിനാമ്പാലിറ്റിയിൽ വിളിച്ച് പറഞ്ഞു കാണ്ടേ അതിൻ്റെ കട്ടിലും അതേപോലെ ആ കിടക്ക ഉണ്ടാവുമല്ലോ, കാറ്റിങ്ങനെ അതിൽ കടത്താക്കി എഴുതിയിട്ടേ പുറമൊക്കെ പൊട്ടി പോവാക്കാനും വേണ്ടി കാണ്ടേ അത് കൊണ്ടുവരാ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കാക്കും ഭക്ഷണം കഴിച്ചിട്ട് പോയി കൊണ്ടുവരാ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ പൊന്തിച്ചൊക്കെ ചെയ്യാമല്ലോ, താത്ത പോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ സുഖമാണ് അല്ലേ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.